മുത്തശ്ശിയും മുത്തശ്ശിയും ചാമ്പക്ക മരവും. പണ്ട് പണ്ട് ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്നു. ആ മുത്തശ്ശിയും മുത്തശ്ശനും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അവരുടെ വീട്ടിൻ മുന്നിൽ ഒരു ചാമ്പക്ക മരമുണ്ടായിരുന്നു. എന്ത് ഭംഗിയാ അതിനെ കാണാൻ! അത് പഴുത്തു തുടുത്ത ചാമ്പക്ക മരമായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എപ്പോഴും മുത്തശ്ശി വന്നു കാണുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം മുത്തശ്ശി അപ്പൂപ്പനോട് പറഞ്ഞു, അപ്പൂപ്പ നമുക്ക് ഈ ചാമ്പക്ക ആർക്കും കൊടുക്കണ്ട. അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ വരുമ്പോൾ നമുക്ക് അവരെ ഓടിക്കാം. മുത്തശ്ശൻ പറഞ്ഞു, ശരിയാ, നമുക്കിത് ആർക്കും കൊടുക്കണ്ട, ഇത് നമുക്കും തിന്നണ്ട. മുത്തശ്ശൻ പറഞ്ഞു. അത് കേട്ട് അവർ മരത്തിൻ കാവൽ ഇരുന്നു. കുട്ടികൾ വരുമ്പോഴെല്ലാം ഓടിച്ചു. പിന്നെ രാത്രിയായി. ഇവരുറങ്ങുമ്പോൾ മരപ്പട്ടി വന്നിട്ട് ചാമ്പക്ക തിന്നുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവർ അത് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. തല പുകഞ്ഞാലോചിച്ച് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശിക്കൊരു ബുദ്ധി തോന്നി. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, മുത്തശ്ശ, നമുക്ക് മുത്തശ്ശൻ ഒരു പുതപ്പ് എടുത്ത് മരത്തിൻ മുകളിൽ ഇരിക്കെ, ഞാനൊരു വടിയും എടുത്ത് താഴെ ഇരിക്കാം. നിങ്ങൾ മരം കുലുങ്ങിട്ട് താഴെ വീണാൽ ഞാൻ അതിന് അടിച്ചു കൊല്ലാം. ഓക്കെ എന്ന് പറഞ്ഞ് അവർ മരത്തിൻ മുകളിൽ കയറി പതുപ്പ് പൊതിഞ്ഞിരുന്നു. അപ്പൂപ്പൻ ഉറക്കം വന്നു. അപ്പൂപ്പൻ ഉറങ്ങിപ്പോയി. അപ്പോൾ അപ്പൂപ്പൻ താഴെ വീണു. താഴെ വീണതിന് ശേഷം അമ്മൂമ്മ വിചാരിച്ചു അത് മരപ്പട്ടിയാന്ന് വിചാരിച്ച് മുത്തശ്ശൻ അടിയോടടി. അപ്പോൾ നിലവിളിച്ചു മുത്തശ്ശൻ, അയ്യോ രക്ഷിക്കണേ. അപ്പോൾ മുത്തശ്ശിക്ക് തോന്നി, ഇതൊരു മനുഷ്യന്റെ ശബ്ദമല്ലേ, ഇത് മരപ്പട്ടിയുടെ ശബ്ദമല്ലല്ലോ. അപ്പോൾ മുത്തശ്ശി പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ അതാ പാവം മുത്തശ്ശൻ തല്ലിക്കൊണ്ട് കിടക്കുന്നു. അത് കണ്ട് മുത്തശ്ശിക്ക് സങ്കടമായി. പിന്നെ അവർ എല്ലാവർക്കും ചാമ്പക്ക കൊടുക്കാൻ തുടങ്ങി. മുത്തശ്ശിയും അപ്പൂപ്പനും തിന്നുകയും ചെയ്തു. കഴിഞ്ഞു. നന്ദി, നമസ്കാരം.